all. കഴിഞ്ഞ ക്ലാസ്സിലെ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. എന്തായിരുന്നു പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഫിൽഡ് ബൈ ദി പാർട്ടിക്കിൾസ്. ടോട്ടൽ സ്പേസിലെ എത്ര പെർസെൻറ്റേജ് ആണ് പാർട്ടിക്കിൾസ് ഫിൽ ചെയ്തിട്ടുള്ളത്, അതിനെയാണ് ആ സോളിഡിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ HCP അതുപോലെ CCP സ്ട്രക്ചറിലെ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 74% ആണെന്നുള്ളത് കണ്ടെത്തി. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ. ഇസ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ BCC സ്ട്രക്ചർ ആയിരിക്കുമ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എത്രയായിരിക്കും? നമ്മൾ ബോഡി സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെല്ലുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എവിടെയാണ് ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുന്നത്? യെസ്, കോർണേഴ്സിലും പിന്നെ ബോഡിയുടെ സെൻറ്ററിലും. അപ്പോൾ ഇതൊരു യൂണിറ്റ് സെല്ലാണ്. ഈ യൂണിറ്റ് സെല്ല് ഇതിൻ്റെ കോർണേഴ്സ് ലേബൽ ചെയ്തിട്ടുണ്ട്. A, B, C, D, E, F, G, H എന്നതിൽ ലേബൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ F എന്ന് പറയുന്ന ഒരു കോർണറിലുള്ള സ്ഫിയർ കാണിച്ചിട്ടുണ്ട്, A എന്ന് പറയുന്ന കോർണറിലുള്ള സ്ഫിയർ കാണിച്ചിട്ടുണ്ട്, പിന്നെ ബോഡിയുടെ സെൻറ്ററിലുള്ള ഒരു സ്ഫിയറും. അങ്ങനെ 3 ആറ്റമാണ് ഇപ്പോൾ ഇതിൽ ഈ യൂണിറ്റ് സെല്ലിൽ കാണിച്ചിട്ടുള്ളത്. 3 പരസ്പരം ടച്ച് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇതിൽ നമുക്കറിയാം ഇവിടെ ഇതിൻ്റെയൊക്കെ എഡ്ജ് ലെങ്ത് A ആയിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ക്യൂബിന്റെ എഡ്ജ് ലെങ്ത് എല്ലാം ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എഡ്ജസ് ഒക്കെ A എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ DE എന്ന് പറയുന്ന എഡ്ജ് A ആണ്, EF എന്ന് പറയുന്ന എഡ്ജ് A ആണ്, അതുപോലെ തന്നെ AD എന്ന് പറയുന്ന എഡ്ജ് A ആണ്. എല്ലാ എഡ്ജസും A എന്ന് പറയുന്ന ലെങ്ത് ആണ്. ഇവിടെ ഈ ഒരു ഫേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് CDEF എന്ന് പറയുന്ന ഒരു ഫേസ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ ഒരു ഫേസ് ഡയഗണൽ വരച്ചിട്ടുണ്ട്. എന്താണത്? ആ ഫേസ് ഡയഗണലിന്റെ ലെങ്ത് B. ഫേസ് ഡയഗണല് B ആയിട്ട് ലേബൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ AF എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, ഈ AF എന്ന് പറയുന്നത് ബോഡിയുടെ സെൻറ്ററിലൂടെ പോകുന്ന ബോഡി ഡയഗണൽ, അതായത് സെൻറ്ററിൽ വരച്ചിരുന്ന AF എന്ന് പറയുന്ന ലെങ്ത് C ആണ്. C എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിൾ എന്നാല് ട്രയാങ്കിൾ EFD. ഏത് ട്രയാങ്കിളാണ്? ട്രയാങ്കിൾ EFD. ഇവിടെ ഇങ്ങനെ കുത്തിട്ടിട്ടുണ്ട്, അതായത് അതിന്റെ ഫേസ് ഡയഗണലാണ് EFD. ഈ ഒരു ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ ട്രയാങ്കിൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് FD എന്ന് പറഞ്ഞാൽ B അല്ലേ, B സ്ക്വയർ ഈക്വൽ ടു ED. ED എന്ന് പറയുമ്പോൾ A സ്ക്വയർ പ്ലസ് EF. EF എന്ന് പറയുമ്പോൾ അഗെയിൻ A സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഈ ട്രയാങ്കിൾ EFDനെ B സ്ക്വയർ ഈക്വൽ ടു A സ്ക്വയർ പ്ലസ് A സ്ക്വയർ എന്ന് എഴുതാം. ദാറ്റ് ഈസ് B സ്ക്വയർ ഈക്വൽ ടു 2 ഇൻറ്റു A സ്ക്വയർ. ഓക്കെ, ഇനി കൺസിഡർ ചെയ്യേണ്ടത് ട്രയാങ്കിൾ AFD, അതായത് AFD. ഈ ട്രയാങ്കിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ AFD എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? C സ്ക്വയർ ഈക്വൽ ടു, അതായത് AF എന്ന് പറയുന്ന ലെങ്ത് C ആണ്. അപ്പോൾ C സ്ക്വയർ ഈക്വൽ ടു DF. B ആണ് ലെങ്ത്, അപ്പോൾ B സ്ക്വയർ പ്ലസ് AD, A സ്ക്വയർ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് ആ ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരുന്നത്. ഇത് AFD ആണ്, അതിൽ ഈ ലെങ്ത് C ആണ്, ഇത് B A. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതുന്നു, C സ്ക്വയർ ഈക്വൽ ടു B സ്ക്വയർ പ്ലസ് A സ്ക്വയർ. C സ്ക്വയർ ഈക്വൽ ടു B സ്ക്വയർ പ്ലസ് A സ്ക്വയർ. B സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2A സ്ക്വയർ ആണ് നമ്മൾ മുകളിൽ എഴുതി. നമുക്കത് കൊടുക്കാം. C സ്ക്വയർ ഈക്വൽ ടു 2A സ്ക്വയർ പ്ലസ് A സ്ക്വയർ. ദാറ്റ് ഈസ് C സ്ക്വയർ ഈക്വൽ ടു 3A സ്ക്വയർ. C ഈക്വൽ ടു √3 ഇൻറ്റു A. ഇത്രയും നമുക്ക് എഴുതാം. ഇനി നോക്കൂ, C എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് എഴുതാം? ഒരു സ്ഫിയറിന്റെ റേഡിയസ് R ആണെങ്കിൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് R,
ഇവിടെ വരുമ്പോൾ 2r 3r 4r. നമുക്ക് എന്ത് എഴുതാൻ പറ്റും? c ഈക്വൽ ടു 4r എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ c ഈക്വൽ ടു √3 × a, c ഈക്വൽ ടു 4r. ദാറ്റ് ഈസ് √3a ഈക്വൽ ടു 4r. രണ്ട് സൈഡും ഈക്വലൈസ് ചെയ്ത് എഴുതിയാൽ √3 × a ഈക്വൽ ടു 4r, a ഈക്വൽ ടു 4/√3 × r. ഇത്രയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു യൂണിറ്റ് സെല്ലിൽ നിന്നും എഴുതാനായിട്ട് പറ്റും. ഇനി നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാം. പാക്കിംഗ് എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ്? വോളിയം ഓഫ് എത്ര സ്ഫിയേഴ്സ് ആണോ ആ യൂണിറ്റ് സെല്ലിൽ ഉണ്ടാവുക അതിന്റെ വോളിയം ഡിവൈഡഡ് ബൈ യൂണിറ്റ് സെല്ലിന്റെ ടോട്ടൽ വോളിയം ഇൻറ്റു 100. അപ്പൊ ഇവിടെ ഇതൊരു BCC ആണല്ലേ, BCC യൂണിറ്റ് സെല്ലാണ്. അങ്ങനെയാണെങ്കിൽ എത്ര അവിടെ സ്ഫിയേഴ്സ് ഉണ്ടായിരിക്കും? യെസ്, 2 സ്ഫിയേഴ്സ് ആണ് അവിടെ ഉണ്ടായിരിക്കുക. അപ്പൊ അതുകൊണ്ട് നമ്മൾ പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതും? വോളിയം ഓക്യുപ്പൈഡ് ബൈ 2 സ്ഫിയേഴ്സ് അല്ലെ. ഈ യൂണിറ്റ് സെല്ലിൽ 2 സ്ഫിയേഴ്സ് ഉണ്ട്. അതുകൊണ്ട് വോളിയം നമ്മളിപ്പോ ഈ ചിത്രത്തിൽ വരച്ചതല്ല കേട്ടോ. ചിത്രത്തിൽ ഞാൻ 3 സ്ഫിയർ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട്. എന്താണ് കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. ഇപ്പൊ BCC എന്ന് പറയുന്ന യൂണിറ്റ് സെല്ലിലെ ആറ്റംസ് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 2 ആണെന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആ 2 ആണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വോളിയം ഓക്യുപ്പൈഡ് ബൈ 2 സ്ഫിയേഴ്സ് ഇൻ ദി യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ക്യൂബ് ഇൻറ്റു 100. 2 ഇൻറ്റു ഒരു സ്ഫിയറിന്റെ വോളിയം എങ്ങനെ കാണാം? 4/3 πr ക്യൂബ് അല്ലെ. അപ്പൊ 2 × 4/3 πr ക്യൂബ് ഡിവൈഡഡ് ബൈ ക്യൂബിന്റെ വോളിയം. ക്യൂബിന്റെ വോളിയം എങ്ങനെയാണ്? a ക്യൂബ്. a എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ്പ്രഷൻ 4/√3 × r. അപ്പൊ അത് 4/√3 ഹോൾ ക്യൂബ് ഇൻറ്റു r ക്യൂബ് നൽകുന്നു. r ക്യൂബ് എന്ത് ചെയ്യും? നോമിനേറ്ററിൽ ഡിനോമിനേറ്ററിൽ ഉള്ളത് കൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇൻറ്റു 100 ചെയ്യുമ്പോൾ പൈയുടെ വാല്യൂ √3യുടെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് 68% ആണ്. അപ്പോൾ ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചറിന്റെ പാക്കിംഗ് എഫിഷ്യൻസി 68% ആണ് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, അത് പാക്കിംഗ് എഫിഷ്യൻസി ഇൻ സിമ്പിൾ ക്യൂബിക് ലാറ്റിസിന്റെ പാക്കിംഗ് എഫിഷ്യൻസി. അപ്പോൾ സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെൽ ആണെങ്കിൽ എവിടെയാണ് ആറ്റംസ് ഉണ്ടാവുക? ഓൺലി കോർണേഴ്സിൽ മാത്രമാണ് ആറ്റംസ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെല്ലാണ് വരച്ചിട്ടുള്ളത്, സിമ്പിൾ ക്യൂബിക് യൂണിറ്റ് സെല്ല്. ഇതിന്റെ കോർണേഴ്സിലൊക്കെ ആറ്റംസ് ഉണ്ട്. അപ്പോൾ 2 കോർണേഴ്സിൽ ആറ്റം മാത്രമാണ് ഇപ്പോൾ ഇതിൽ വരച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ കോർണേഴ്സിലും ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കോർണറിലുള്ള ആറ്റം അതുപോലെ ഈ ഒരു കോർണറിലുള്ള ആറ്റമാണ് കാണിച്ചത്. ഞാൻ ഈ ആറ്റംസിനെ ഇങ്ങനെ എടുത്ത് വരക്കുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ ഒരു എഡ്ജ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് A ആണ്. അവിടെയാണ് 2 സ്ഫിയേഴ്സ്, അതായത് ഈ 2 കോർണറിലുള്ള സ്ഫിയേഴ്സ് ആണ്. അപ്പൊ അതിലെ സെന്ററിലൂടെ വരുന്നതാണ് അതിന്റെ ആ യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് A. അപ്പൊ ഇതിൽ നമുക്ക് കാണാൻ പറ്റും A എന്ന് പറഞ്ഞാല് എന്താണ്? ഇവിടെ നിന്ന് ഇവിടെയുള്ള ഡിസ്റ്റൻസ് r ആണ്, റേഡിയസ് ആണ്. ഇവിടെ നിന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് അഗെയിൻ r. അപ്പൊ നമുക്ക് A = 2r എന്ന് എഴുതാം. അപ്പോൾ A = 2r. അങ്ങനെയാണെങ്കിൽ a ക്യൂബ് = 2r ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 8 × r ക്യൂബ് അല്ലെ. 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ 8 × r ക്യൂബ്. ഇനി ഇവിടെ പാക്കിംഗ് എഫിഷ്യൻസി നോക്കാം. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാല് നമ്മൾ എങ്ങനെ കാണുക? വോളിയം ഓഫ് എത്ര സ്ഫിയേഴ്സ് ക്യൂബിലുണ്ടോ അതിന്റെ വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ആണ്. അപ്പൊ നമ്മള് സിമ്പിൾ ക്യൂബിക്കിലെ നമ്പർ ഓഫ് ആറ്റം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? 1. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ ആ യൂണിറ്റ് സെല്ലിൽ എത്ര ആറ്റം ഉണ്ടാവും? ഒരു ആറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇവിടെ വോളിയം ഓഫ് 1 സ്ഫിയർ, പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് 1 സ്ഫിയർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. ദാറ്റ് ഈസ് സ്ഫിയറിന്റെ വോളിയം 4/3 πr ക്യൂബ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ a ക്യൂബ്. a ക്യൂബിന് a എന്ന് പറഞ്ഞാൽ 8r ക്യൂബ് ആണ്. അപ്പൊ a ക്യൂബ് എന്നുള്ളത് 8r ക്യൂബ് എന്ന് എഴുതാം ഇൻറ്റു 100. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 52.4% കിട്ടും. അപ്പൊ നമ്മളിവിടെ പാക്കിംഗ് എഫിഷ്യൻസി 3 ടൈപ്പ് സ്ട്രക്ചറിൽ കണ്ടു. HCP ആൻഡ് CCP സ്ട്രക്ചർ ആണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി 74% ആയിരിക്കും. BCC സ്ട്രക്ചർ ആണെങ്കിൽ, അതായത് ബോഡി സെന്റേർഡ് ക്യൂബിക് സ്ട്രക്ചർ ആണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി 68% ആയിരിക്കും. സിമ്പിൾ ക്യൂബിക് ലാറ്റിസ് ആണെങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി 52.4% ആയിരിക്കും. അപ്പോൾ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ it is the percentage of total space filled by the spheres. Okay. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ആണ് കാൽക്കുലേഷൻസ് ഇൻവോൾവിംഗ് യൂണിറ്റ് സെൽ ഡയമെൻഷൻസ്.
ഒരു യൂണിറ്റ് സെല്ലിന്റെ ഡയമെൻഷന് എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത്, അതിൽ നിന്നുള്ള കാൽക്കുലേഷൻ. ഒരു യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് എ ആണെങ്കിൽ നമുക്ക് ആ യൂണിറ്റ് സെല്ലിന്റെ വോളിയം എ ക്യൂബ് എന്ന് എഴുതാം അല്ലേ. എഡ്ജ് ലെങ്ത് ഓഫ് ക്യൂബ്, യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ഇവിടെ ക്യൂബിക് യൂണിറ്റ് സെല്ലാണ്. അപ്പോൾ എഡ്ജ് ലെങ്ത് ഓഫ് ക്യൂബ് എ ആണെങ്കിൽ അതിന്റെ വോളിയം എങ്ങനെ എഴുതാം? ആ യൂണിറ്റ് സെല്ലിന്റെ വോളിയം, ക്യൂബിന്റെ വോളിയം എ ക്യൂബ് എന്ന് എഴുതാം. ഇനി സോളിഡിന്റെ ഡെൻസിറ്റി ഡി ആണെങ്കിൽ, അതായത് ഒരു സോളിഡിന്റെ ഡെൻസിറ്റി ഡി ആണ്, അതിന്റെ മോളാർ മാസ് ക്യാപിറ്റൽ എം ആണ്. അങ്ങനെയാണെങ്കിൽ ആ സോളിഡിലുള്ള യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. അതായത് ഒരു സോളിഡിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും അതിലെ യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും ഈക്വൽ ആണ്. അപ്പോൾ ക്യാപിറ്റൽ എം മോളാർ മാസ് ഉള്ള ഒരു സോളിഡിലുള്ള യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മള് ഒരു യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ്, അതായത് എഡ്ജ് ലെങ്ത് എ ആണെന്ന് പറഞ്ഞു. ഇനി അങ്ങനെയുള്ള ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ക്യാപിറ്റൽ എം മോളാർ മാസ് ഉള്ള ഒരു സോളിഡ്, ആ സോളിഡിലെ യൂണിറ്റ് സെല്ലിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ മാസ് കണ്ടുപിടിക്കുന്നത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം. നമ്മള് യൂണിറ്റ് സെൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? ആ യൂണിറ്റ് സെല്ലില് എത്ര ആറ്റംസ് ഉണ്ട് അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? അതിലെ ഓരോ ആറ്റത്തിന്റെയും മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ 2 ആറ്റം ആണെങ്കിൽ ആ 2 ആറ്റം 2 ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം. 4 ആറ്റം ആണെങ്കിൽ 4 ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം. അപ്പൊ എത്ര ആറ്റംസ് ഉണ്ടോ ആ യൂണിറ്റ് സെല്ലില് അതേ ഇൻറ്റു അവിടെയുള്ള ഓരോ ആറ്റത്തിന്റെയും മാസ്, അതായിരിക്കും യൂണിറ്റ് സെല്ലിന്റെ മാസ്. എങ്ങനെ യൂണിറ്റ് സെല്ലിന്റെ മാസ് കാണാം? മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈക്വൽ ടു നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം. ഇവിടെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെല്ലിന് ഒരു സിമ്പൽ കൊടുക്കുന്നത് ഇസെഡ് ആണ് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ യൂണിറ്റ് സെല്ലിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി മാസ് ഓഫ് ഈച്ച് ആറ്റം അതിനെ സ്മോൾ എം കൊടുക്കുന്നു, സ്മോൾ ലെറ്റർ എം. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ഇസെഡ് ഇൻറ്റു എം. ഇസെഡ് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദി യൂണിറ്റ് സെൽ, എം എന്ന് പറഞ്ഞാല് മാസ് ഓഫ് ഈച്ച് ആറ്റം. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ആറ്റത്തിന്റെ മാസ് എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാം? ക്യാപിറ്റൽ എം ബൈ എൻ എ, ദാറ്റ് ഈസ് മോളാർ മാസ് ബൈ അവഗാഡ്രോ നമ്പർ. മാസ് ഓഫ് ആറ്റം ഈക്വൽ ടു മോളാർ മാസ് ഓഫ് ആറ്റം ബൈ അവഗാഡ്രോ നമ്പർ, ക്യാപിറ്റൽ എം ബൈ എൻ എ. ഇനി എങ്ങനെയാണ് യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുക? ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാസ് ബൈ വോളിയം അല്ലെ. അപ്പൊ യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? മാസ് ഓഫ് യൂണിറ്റ് സെൽ ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെല്ലിന്റെ മാസ് ബൈ യൂണിറ്റ് സെല്ലിന്റെ വോളിയം. മാസ് ഓഫ് യൂണിറ്റ് സെൽ ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. മാസ് ഓഫ് യൂണിറ്റ് സെല്ലിന് നമ്മൾ എങ്ങനെ എഴുതി? ഇസെഡ് ഇൻറ്റു എം എന്ന് എഴുതി. മാസ് ഓഫ് യൂണിറ്റ് സെല്ലിനെ ഇസെഡ് ഇൻറ്റു എം. അപ്പോൾ യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റിക്ക് ഡി എന്നുള്ള സിമ്പൽ കൊടുക്കാം. ഡി ഈക്വൽ ടു ഇസെഡ് ഇൻറ്റു എം, സ്മോൾ എം ആട്ടോ, കാരണം ഇവിടെ നമ്മൾ എഴുതിയ എക്സ്പ്രഷൻ ആണ്. ഡെൻസിറ്റി യൂണിറ്റ് സെല്ലിന്റെ മാസ് കാണാനുള്ളത് ഇസെഡ് ഇൻറ്റു എം ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെല്ല് എ ക്യൂബ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ സ്മോൾ എമ്മിന് പകരം എന്ത് എഴുതാം? എം ബൈ എൻ എന്ന് എഴുതാം. ക്യാപിറ്റൽ എം ബൈ എൻ എ, മോളാർ മാസ് ബൈ അവഗാഡ്രോ നമ്പർ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? ഡി ഈക്വൽ ടു സെഡ് എം ബൈ എൻ എ ഓൾ ഡിവൈഡഡ് ബൈ എ ക്യൂബ്. അതായത് ഡി ഈക്വൽ ടു സെഡ് എം ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എ. ഇതാണ് ഒരു യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഡെൻസിറ്റി ഈക്വൽ ടു ഇസെഡ് ഇൻറ്റു എം ബൈ എ ക്യൂബ് ഇൻറ്റു എൻ എ. ഇതിൽ ഓരോന്നും എന്താണെന്ന് ഞാൻ പറയാം. ഡി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി, ഇസെഡ് എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് ആറ്റംസ്, ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ മോളാർ മാസ്, ഏത് മെറ്റലാണോ ഏത് സോളിഡ് ആണോ അതിന്റെ മോളാർ മാസ്. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എഡ്ജ് ലെങ്ത്, എൻ എ എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ. ഓക്കെ, അപ്പൊ ഈ ഇസെഡിന്റെ വാല്യൂ ഓരോ യൂണിറ്റ് സെല്ലിനും നമുക്കറിയാം അല്ലെ. ഫേസ് സെന്റേഡ് യൂണിറ്റ് സെല്ലാണെങ്കിൽ
ഇസെഡ് 4 ആണ്. എന്താണ് നമ്പർ ഓഫ് ആറ്റംസ് അവിടെ 4 ആണ്. അപ്പൊ ഇസെഡിന്റെ വാല്യൂ 4. ബോഡി സെന്റേർഡ് ആണെങ്കിൽ അവിടെ ഇസെഡ് എത്രയായിരിക്കും 2, കാരണം 2 ആറ്റംസ് ആണ് ഉള്ളത്. സിമ്പിൾ ക്യൂബിക് ആണെങ്കിൽ ഇസെഡിന്റെ വാല്യൂ 1. അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? D = EZM/A³ × NA. ഒരു യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. എന്തായിരുന്നു? D = EZM/A³ × NA. ഇതില് ഏതെങ്കിലും ഒരു 4 പാരാമീറ്റേഴ്സ് അറിഞ്ഞിരുന്നാൽ നമുക്ക് അഞ്ചാമത്തെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യാം? ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം നോക്കാം. സിൽവർ ഫോം CCP ലാറ്റിസ്. സിൽവർ എന്ന് പറയുന്ന ഒരു ആറ്റം CCP ലാറ്റിസ് ആണ് ഫോം ചെയ്യുന്നത്. ആൻഡ് എക്സ്റേ സ്റ്റഡീസ് ഓഫ് ഇറ്റ്സ് ക്രിസ്റ്റൽസ് ഷോ ദാറ്റ് ദി എഡ്ജ് ലെങ്ത് ഓഫ് ഇറ്റ്സ് യൂണിറ്റ് സെൽ ഈസ് 408.6 pm. അതായത് ഈ എക്സ്റേ മെത്തേഡിലൂടെയാണ് ഒരു യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിൽവർ എന്ന് പറയുന്ന ആറ്റം CCP ലാറ്റിസ് ഫോം ചെയ്യുമ്പോൾ അതിലുള്ള യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് എക്സ്റേ സ്റ്റഡിയിലൂടെ എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്? 408.6 pm പൈക്കോമീറ്റർ. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ സിൽവറിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാം. ഇതിന്റെ അറ്റോമിക് മാസ് കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 107.9 യൂണിഫൈഡ് മാസ്. അപ്പൊ ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? Ez × M/A³ × NA. ഏതൊക്കെ ടേംസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്? 4 ക്വാണ്ടിറ്റികൾ തന്നിട്ടുണ്ട്. ഡെൻസിറ്റി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇസെഡിന്റെ വാല്യൂ എത്രയായിരിക്കും? CCP ലാറ്റിസ് ആണെന്ന് പറഞ്ഞു. CCP ലാറ്റിസ് എന്ന് പറയുമ്പോൾ ഏതാണ് യൂണിറ്റ് സെൽ വരിക? യെസ്, FCC അല്ലെ. HCP അതുപോലെ CCP എന്നുള്ള സ്ട്രക്ചർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതിൽ CCP ആണെങ്കിൽ FCC, CCPക്ക് പറയുന്ന മറ്റൊരു പേരാണ് FCC, ഫേസ് സെന്റേർഡ് ക്യൂബിക്. അപ്പൊ അവിടെ FCC ആണ്, ഫേസ് സെന്റേർഡ് ആണ് യൂണിറ്റ് സെൽ. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്പർ ഓഫ് ആറ്റം 4 ആണ്. അതായത് ഇസെഡിന്റെ വാല്യൂ എന്താണ്? 4. ഇനി മോളാർ മാസ് തന്നിട്ടുണ്ട്. M എന്താണ്? 107.9 gram/mol ആണ്. പിന്നെ A 408.6 pm. PM എന്ന് പറഞ്ഞാൽ പൈക്കോമീറ്റർ ആണ്. പൈക്കോമീറ്ററിനെ മീറ്ററിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ 10⁻⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. പൈക്കോമീറ്ററിനെ 1 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻⁻12 മീറ്റർ ആണ്. അപ്പൊ അതുകൊണ്ട് അവിടെ 10⁻⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ NA എന്ന് പറഞ്ഞാൽ അവഗാഡ്രോ നമ്പർ ആണ്. 6.022 × 10⁻23. ഈ വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എങ്ങനെ കിട്ടാം? D ഡെൻസിറ്റി = Ez × M. അവിടെ Ez എന്നുള്ളിടത്ത് 4 എന്ന് കൊടുക്കുന്നു. M എന്നുള്ളിടത്ത് 107.9 × 10⁻³ അതായത് ഇവിടെ തന്നിട്ടുള്ളത് ഗ്രാമിലാണ്. ആ ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് എഴുതണം. കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓൾ ഡിവൈഡഡ് ബൈ A³. എയുടെ വാല്യൂ നമുക്കറിയാം 408.6 × 10⁻12 ആണ്. അപ്പൊ അത് ഓൾ ക്യൂബ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 × 10⁻23 മോൾ. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 10.5 × 10⁻³ kg/m³. നമ്മൾ അതിനെന്ത് ചെയ്യുന്നു? മീറ്റർ ക്യൂബിനെ സെന്റിമീറ്റർ ക്യൂബിലേക്ക്, gram/cm³ മാറ്റുന്നു. അപ്പോൾ 10.5 10⁻³ കിലോ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാം എന്ന് എഴുതാം അല്ലെ. 10.5 gram/cm³. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു മെറ്റലിന്റെ അല്ലെങ്കിൽ ക്രിസ്റ്റലിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷന് യൂസ്ഫുൾ ആണ്. അതിൽ 4 പാരാമീറ്റേഴ്സിന്റെ വാല്യൂ തരും. അഞ്ചാമത്തെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? പാക്കിംഗ് എഫിഷ്യൻസി BCCയിലും സിമ്പിൾ ക്യൂബിക്കിലും എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. അതിനുശേഷം എങ്ങനെയാണ് ഒരു യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഈ ചാപ്റ്ററിലെ ഇനി കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ വരുന്നുണ്ട്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.